ഹലോ ഗൈസ്, ഇത് എത്ര പേർക്ക് റിലേറ്റഡ് ആവും, അതല്ലെങ്കിൽ എത്ര പേർ അക്സെപ്റ്റ് ചെയ്യുന്നൊന്നും എനിക്കറിയില്ല. ഇപ്പം കണ്ടുവരുന്ന ഒരു പ്രവണത എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിന്റെ ഉത്തരവാദിത്തമുള്ള ഏറ്റവും വലിയ ഒന്നിക്ക CEO അല്ലെങ്കിൽ ഫൗണ്ടർ മെമ്പർ അവരൊക്കെ പറയുന്ന ഇന്റർവ്യൂലെല്ലാം പറയുന്നേക്കാം എന്റെ സ്റ്റാഫ് എന്റെ പാർട്ട്നേഴ്സ് ആണ്. ഒരിക്കലുമല്ല. കാരണം പാർട്ട്നേഴ്സ് അല്ല നിങ്ങളുടെ സ്റ്റാഫ് എന്ന് പറയുന്നത് നിങ്ങളുടെ ടീം മെമ്പേഴ്സാണ്. എൻ്റെ ടീമാന്ന് പറയാം. എൻ്റെ ടീം വർക്കിലാണ് ഞാൻ സക്സസ് അതൊക്കെ പറയാം. അല്ലാതെ എൻ്റെ പാർട്ട്നേഴ്സ് അല്ല ഞാൻ എൻ്റെ സ്റ്റാഫിനെ മുഴുവൻ പാർട്ട്നേഴ്സ് എന്ന് വിളിക്കുന്ന പുതിയ ട്രെൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആക്ച്വലി അത് മനസ്സിലാകണമെങ്കിൽ ഒന്നുകിൽ ഞങ്ങൾക്കൊരു ക്രൈസിസ് വരണം, അതല്ലെങ്കിൽ നമ്മൾ ഓപ്പറേഷൻസിൽ ചെറിയൊരു ചേഞ്ചസ് വരുത്തുമ്പം ഈ പറയുന്ന പാർട്ട്നേഴ്സ് എല്ലാം നെഗറ്റീവ് പറയാൻ തുടങ്ങും. അപ്പോൾ അത് മനസ്സിലാക്കുക. അപ്പോൾ ടീമിന് എനിക്ക് ഫൗണ്ടേഴ്സിനോട് പറയാനുള്ളത്, നിങ്ങൾ കറക്റ്റ് ടൈമിന് ഇൻക്രിമെൻ്റ് കൊടുക്കുക, സാലറി ഹാപ്പി ആവുന്ന രീതിയിൽ. കാരണം അവർക്ക് ജീവിക്കാൻ വേണ്ടി സാലറി വേണം, സാലറി കറക്റ്റ് കൊടുക്കുക, ഇൻസെൻറ്റീവ്സ് കറക്റ്റ് കൊടുക്കുക. അത് ആ ഫ്ലോ ഉണ്ടെങ്കിൽ തന്നെ ഓട്ടോമാറ്റിക്കലി ഞങ്ങളുടെ ടീം നന്നായിട്ട് വർക്ക് ചെയ്യുന്നുള്ളത് മാത്രമേ എനിക്കറിയൂ. അല്ലാണ്ട് എൻ്റെ പാർട്ട്നേഴ്സ് എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാലൊന്നും അതെല്ലാം അതര വ്യായാമം മാത്രമാണ്, അതിൽ സുഖിപ്പിക്കൽ മാത്രമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. ഇത് എൻ്റെ മാത്രം തോന്നലായിരിക്കാം. എനിക്ക് തോന്നുന്ന 1000 സ്റ്റാഫ് ഉണ്ടെങ്കിൽ നിങ്ങളെ ഒരു ക്രൈസിസിൽ 10 പേരായിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ 100 പേര് നിങ്ങളെ കൂടെ ഉണ്ടാവും. ബാക്കി 900 പേരും അവരുടെ കാര്യം നോക്കി പോകും. അപ്പോൾ അത് മനസ്സിലാക്കുക. നിങ്ങളുടെ ടീമിനെ കറക്റ്റ് ടൈമിന് ഇൻക്രിമെന്റ് കൊടുത്ത് സാലറി ഹൈക്ക് ചെയ്ത് ഒരു 29 വർഷം ഒരു സ്ഥാപനത്തിൽ എംപ്ലോയി ആയി നിന്ന് എൻ്റെ മാത്രം തോന്നലായിരിക്കാം ഇത്. പക്ഷേ അവർക്ക് ഇമോഷണൽ കണക്ഷൻ ഉണ്ടാവാം, അവരുടെ സ്ഥാപനം പോലെ തോന്നുന്നുണ്ടാവാം. അതൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾ ഇൻക്രിമെന്റും സാലറിയും ഇൻസെൻറ്റീവ്സ് എല്ലാം കൊടുക്കുന്നത് കൊണ്ട് മാത്രമാണ് ആ ഒരു ഇഷ്ടവും ഇൻറ്റിമസിയും ഒക്കെ ഉള്ളത്. അത് മനസ്സിലാക്കുക. ഓക്കെ, അല്ലാതെ എൻ്റെ പാർട്ട്നേഴ്സാണ് എൻ്റെ എല്ലാ സ്റ്റാഫും എന്നെല്ലാം പറയുന്നത് ചുമ്മാ അതര വ്യായാമം മാത്രമാണെന്ന് പറഞ്ഞുകൊണ്ട്. ഓക്കെ ബൈ ഗൈസ്, താങ്ക് യു.